السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു ശക്തമായ മഴയുള്ള സമയത്തും ഇത്ര ആളുകൾ ഈ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല 8:45 നമ്മൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ക്ലാസ് നെറ്റിന്റെ ചില പ്രയാസങ്ങൾ കാരണം തുടങ്ങാൻ കുറച്ച് വൈകി. എന്നാലും ആളുകൾ കൂടിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ മാസം നമുക്ക് ദുൽഖഅദ 29 ലഭിക്കുന്നത് എങ്കിൽ നാളെയുടെ സൂര്യാസ്തമയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണല്ലോ ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ആ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള അവസരം ലഭിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിരിക്കും. അള്ളാഹു ആ അനുഗ്രഹം നൽകി നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അയ്യുന്നാസി ഖൈർ, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉത്തമൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഏതൊരാൾ കുറെ കാലം ജീവിക്കുകയും ജീവിച്ച കാലം അത്രയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാനും സാധിച്ചവരാരോ അവരാണ് ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ കിട്ടുന്ന ആയുസ് എത്ര എന്നുള്ളതല്ല, മറിച്ച് എത്ര ആയുസ് ലഭിക്കുന്നുവോ അത്രയും നാൾ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ അവസരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മുൻഗാമികളായ ആളുകൾക്ക് അസുഖം പിടിപെട്ടാൽ അവരോട് പോയി നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയാറുണ്ടായിരുന്നത് ഇല്ല എന്നാണ്. എന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ഒരു സെക്കൻഡ് കൂടെ കൂടുതൽ കിട്ടിയാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരു സെക്കൻഡ് കൂടെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നുവെങ്കിൽ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് മുൻഗാമികൾ പറഞ്ഞിരുന്നത്. അഥവാ കിട്ടുന്ന ആയുസ്സിനെ എങ്ങനെയെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും എത്രയാണ് അള്ളാഹു ആയുസ് നിശ്ചയിച്ചത് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമാകുമ്പോൾ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. എന്നാൽ ആ ഒരു സമയം എത്തും മുമ്പേ നമുക്ക് റബ്ബിങ്കിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഓഫറുകൾ നൽകുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. കൂടുതൽ ഓഫറുകളുള്ള സ്ഥലങ്ങളുണ്ട്, നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സമയങ്ങളുണ്ട്, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. ഇങ്ങനെ പല നിലക്കായി നന്മയുടെ അവസരങ്ങൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. മാസങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ റമളാൻ നമുക്ക് ഏറെ പുണ്യങ്ങൾ നേടാൻ പറ്റിയ മാസമാണ്. സ്ഥലം നോക്കുകയാണെങ്കിൽ മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിർവഹിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ
രാത്രിയുടെ 1/3 അവസാന സമയം അഥവാ സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം നമുക്ക് നമ്മുടെ ആരാധനകൾക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. അതേപോലെ ദിവസങ്ങൾ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് അള്ളാഹു വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ ആരംഭിക്കുന്നത് തന്നെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളും തന്നെയാണ് സത്യം. ഇതിലെ ഈ 10 രാത്രികൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, വല്ലയാലി അൽ അശ്റു, ഇവിടെ 10 രാത്രികൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അജ്മഅൽ ഉലമാഉ അലാ അന്നൽ മുറാദ ബിൽ അശ്രി ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ പറയപ്പെട്ട ഈ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഹിയ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളാണ്, 10 ദിനരാത്രങ്ങളാണ് എന്നത് പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയമാണ് എന്ന് മഹാനായ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ വളരെയേറെ പ്രാധാന്യമുള്ള ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുമ്പോൾ തന്നെ അതിന് പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു പവിത്രമായ വളരെയേറെ പ്രാധാന്യമുള്ള ആ സമയത്തിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ജീവിക്കുവാനും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഉത്തമമായ ദിവസം അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകും. മറ്റൊരു ഹദീസിൽ ഒന്നുകൂടെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു വ്യക്തി ചെയ്യുന്ന സുഹൃതങ്ങളാണ്, ആ സുഹൃതങ്ങൾ മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം. ഒന്നുകൂടെ പറയാം, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ ഒരു വ്യക്തി ചെയ്യുന്ന ഏതൊരു നന്മയാകട്ടെ, ആ നന്മകളാണ് മറ്റുള്ള സമയങ്ങളിൽ ഈ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്, റബ്ബിന്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലും ഈ വരാനിരിക്കുന്ന 10 ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകളോളം എത്തുകയില്ലയോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ, യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാകുന്നത് പോലും ഈ നന്മയോളം എത്തുകയില്ല. ഒരു തരം യുദ്ധമൊഴികെ, അതല്ലെങ്കിൽ ഒരു തരം രക്തസാക്ഷിത്വമൊഴികെ. അതേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ ശരീരവും തന്റെ സമ്പത്തുകളുമായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു, എന്നിട്ടോ ഫലം യർജി മിൻ ദാലിക ബിശൈ, അതിൽ നിന്ന് ഒന്നും മടക്കി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ ശരീരവും തന്റെ സമ്പത്തും പൂർണ്ണമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവരെയോ പോരാട്ടമാണെങ്കിൽ അത് ഉത്തമമായ ഈ പറഞ്ഞ 10 ദിവസങ്ങൾ ചെയ്യുന്ന നന്മകളെക്കാൾ ഉത്തമമായതാണ്. ഇനി അതല്ലാതെ ഒരാൾ പോയി സമ്പത്തൊന്നും കൊണ്ടുപോയില്ല, കേവലം ശരീരം കൊണ്ട് യുദ്ധത്തിന് പോയി,
ആ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പോരാട്ടം, അത് തന്നെ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്നത് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ ആ ഒരു രക്തസാക്ഷിത്വത്തെക്കാൾ കൂടുതൽ പ്രതിഫലം നേടാൻ പറ്റുന്ന സുവർണ അവസരമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എത്രമേൽ പ്രാധാന്യം അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലം എന്താണ്? അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഗ്ഫറു ലഹു ഫീ അവ്വലി റഫ്ഇഹി മിൻ ദമിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തം പുറത്തു വരും മുമ്പേ അയാളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനം മരണസമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. ഒരുപാട് പ്രത്യേകതകൾ റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നവർക്കുണ്ട്. എന്നാൽ ആ ഷഹീദയാകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ ശരീരം കൊണ്ട് മാത്രം രക്തസാക്ഷിയായി, സമ്പത്തൊന്നും കൊണ്ടുപോയില്ല, അങ്ങനെ രക്തസാക്ഷിയാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ ഒരു വിശ്വാസിക്ക് നന്മകൾ ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന അവസരമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതേപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വല അഅ്ളമ അജ്റ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്റിൽ അദ്ഹ. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം തന്നെയാണ്. ഒരു വ്യക്തി ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സംശുദ്ധമായ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ള മറ്റു കർമ്മങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. മഹാന ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഇത്രമേൽ പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം? അതിന്റെ കാരണം ഇസ്ലാമിലെ സുപ്രധാനമായ ഇബാദത്തുകൾ ഈ 10 ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാണ് അതിന്റെ കാരണമായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ഏറ്റവും കാതലായ കാര്യം ഷഹാദത്താണ്. ആ ഷഹാദത്ത് ഒരു വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും സകല നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിനു മാത്രമായിരിക്കണമെന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവരും അള്ളാഹു മാത്രമാണെന്നും നമ്മുടെ പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നും നമ്മുടെ മനസ്സിന്റെ വേദനകളും ദുഃഖങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്നും തുടങ്ങിയുള്ള ഈ ഒരു തൗഹീദി വിശ്വാസം ഒരു വിശ്വാസിക്ക് ഏതൊരു സമയത്തും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അത് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിലും ഉണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക കർമ്മങ്ങളിൽ പരലോകത്ത് രണ്ടാമതായി പരലോകത്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ചോദിക്കപ്പെടുന്ന ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമായ നമസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തതാണെങ്കിലും പരലോകത്ത് ചോദിക്കപ്പെടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനമാണ് നമസ്കാരത്തിന്. ആ നമസ്കാരവും പറഞ്ഞതുപോലെ ഏത് സമയത്തും ഉള്ളതാണ്. അതിൽ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ ഒന്നുകൂടെ പ്രാധാന്യത്തോടുകൂടെ നമ്മളത് നിർവഹിക്കുന്നു എന്നതാണ്. നമ്മളത് നിർവഹിക്കുന്നു എന്നതാണ്. അതേപോലെ തന്നെ നോമ്പ്, ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിനങ്ങൾ, ദുൽഹിജ്ജ 10-ന്റെ അന്ന് ബലി പെരുന്നാളാണ്, അന്ന് നോമ്പ് നോക്കുക എന്നത് ഹറാമായ കാര്യമാണ്. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നത് പുണ്യകർമ്മമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1 മുതൽ 9 വരെയുള്ള ദിനങ്ങൾ, അതിൽ 9-ാമത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. അറഫാ ദിനമാണ്, അന്നത്തെ നോമ്പിന് പ്രത്യേകതയുണ്ട്. എന്നാൽ മറ്റുള്ള 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഏതൊരു കർമ്മവും
മറ്റുള്ള സമയത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൽ നോമ്പും ഉൾപ്പെടുന്നു. അതുകൊണ്ട് നോമ്പും എടുക്കാം എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കഴിയുന്നവർക്ക് 1 മുതൽ 9 വരെ നോമ്പ് എടുക്കാവുന്നതാണ്. ദുൽഹിജ്ജ 9-ന്റെ അന്ന് അറഫ ദിനത്തിലെ നോമ്പ് കൂടുതൽ പ്രത്യേകതയുള്ളതായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ സക്കാത്ത് നൽകുക എന്നതും സ്വതക്ക നൽകുക എന്നതും ഹജ്ജ് നിർവഹിക്കുക എന്നതും ഉദ്ഹിയത്തും തക്ബീർ ചൊല്ലലും ഒക്കെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി കൂടുതലായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമേൽ പ്രത്യേകതയുണ്ടാകാൻ കാരണമെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ ഈ ദിവസങ്ങളിൽ ഏറെ നന്മകൾ ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാന സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഇദാ ദഖല അയ്യാം അൽ-അശ്ർ, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജയിലെ ആദ്യ 10 പ്രവേശിച്ചാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, ശക്തമായി അദ്ദേഹം പരിശ്രമിക്കാറുണ്ടായിരുന്നുവെന്നാണ്. നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വലിയ പരിശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എത്രത്തോളം? ഹത്താ ലാ യകാദു യഖ്ദിറു അലൈഹി, കഴിവിന്റെ പരമാവധി എന്നല്ല, കഴിയുന്നതിനും അപ്പുറമായി അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഈ പവിത്രമായ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പരിശ്രമിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഈ വരുന്ന അനുഗ്രഹീതമായ ദിനങ്ങളെ കുറിച്ചുള്ള ഇത്തരം ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. അഥവാ ഈ ദിനങ്ങളിൽ നന്മകൾ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കലും അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റേത് ദിനങ്ങളിലും നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ 10 ദിവസങ്ങളിൽ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ഉണ്ടാകുമെന്ന് പരിചയപ്പെടുത്തിയ ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുൻഗാമികളായ ആളുകൾ കഴിവിന്റെ പരമാവധി എന്നല്ല അതിനപ്പുറം കഠിനാധ്വാനം ചെയ്ത് നാളേക്ക് വേണ്ടി സമ്പാദിക്കുവാനുള്ള ഏറ്റവും നല്ല വിളനിലമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന തിരിച്ചറിവോടെ പരിശ്രമിച്ച ആ ദിനത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് ഈ ഒരു മാസം 29 ഉള്ളുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ സൂര്യ അസ്തമയത്തോടുകൂടെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാസപ്പിറവി ദൃശ്യമാകുന്നതോടുകൂടെയാണ് അതിന്റെ കൺഫേം ആയിട്ടുള്ള തീരുമാനം നമ്മിലേക്ക് എത്തുന്നത്. അപ്പോ ആ ഒരു പവിത്രമായ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേറ്റവും പ്രധാനം, നമുക്ക് ഏറ്റവും കാതലായ കാര്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധമാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നുള്ള ഷഹാദത്താണല്ലോ ഒരു വ്യക്തിയെ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം. ആ ഒരു മാനദണ്ഡം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്നുകൂടെ കറകളഞ്ഞ് അത് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ ഗണത്തിലാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലും ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും ആ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടാകും. എന്തു പ്രശ്നം എനിക്കുണ്ടെങ്കിലും എന്തു പ്രയാസം എനിക്കുണ്ടെങ്കിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ടാകും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ശരിക്കും അള്ളാഹുവിന്റെ സഹായം
നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. യഹ്ഫദുക്, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, എങ്കിൽ ആ റബ്ബിനെ നിന്റെ മുമ്പിൽ നിനക്ക് കാണാം. ആ റബ്ബിനെ നിന്റെ മുമ്പിൽ കാണാം എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടും വിധത്തിൽ കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ നമുക്ക് സംരക്ഷണവും സുരക്ഷയും ലഭിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റുന്നത്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ കൂടി സുരക്ഷയുടെ, സംരക്ഷണത്തിന്റെ, സമാധാനത്തിന്റെ വഴികൾ നമുക്ക് മുമ്പിൽ തുറക്കും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നും വിശ്വാസി ശ്രദ്ധിക്കേണ്ടതാണ്, എന്നാൽ ഈ സമയങ്ങളിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരത്തിന്റെ വിഷയം. എന്റെ ശബ്ദം കേൾക്കുന്നത് സഹോദരിമാരാണ് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഭർത്താക്കന്മാരുണ്ടാകാം, ആൺകുട്ടികൾ ഉണ്ടാവാം, സഹോദരന്മാരുണ്ടാവാം, പിതാക്കന്മാരുണ്ടാവാം. അവരെ നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തേണ്ടതിന്റെ പ്രാധാന്യം. മഴക്കാലമാണ്, ആ മഴക്കാലം കാരണം പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് മാറി നിന്നുകൂടാ. നമുക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അതിന് ഇസ്ലാം നൽകിയിട്ടുള്ള ഇളവുകളുടെ നമുക്കത് സ്വീകരിക്കാം. അതല്ലാതെ ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് മഴയുടെ കാരണം പറഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് മാറാൻ പാടില്ല. സ്ത്രീകളായ നിങ്ങൾക്ക്, എൻ്റെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഈ വിഷയത്തിൽ വലിയൊരു പങ്ക് നിർവഹിക്കാൻ പറ്റും. വീട്ടിലുള്ള പുരുഷന്മാരെ പള്ളിയിലേക്ക് ജമാഅത്തിന് എത്തിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വലിയൊരു റോള് നിർവഹിക്കാൻ പറ്റും. ആ കാര്യം നിങ്ങൾ നിർവഹിക്കണമെന്നുകൂടെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരും സഹോദരിമാരും നമസ്കാരത്തിന്റെ വിഷയം ചിട്ടയോടുകൂടെ അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുമെന്ന് തീരുമാനിക്കാം. പള്ളിയിലേക്ക് പോയിട്ട് നിർവഹിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. പുരുഷന്മാരുടെ അത്ര തന്നെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് നിർബന്ധിത സാഹചര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിലും കൃത്യസമയത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ളുഹറും അസറും മഗ്‌രിബും ഒക്കെ ഒന്നിച്ച് നമസ്കരിക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ളുഹറും അസറും മഗ്‌രിബും എല്ലാം ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ നമസ്കരിച്ചിട്ടില്ല. മറിച്ച് ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം സമയബന്ധിതമായ ആരാധനയാണ്. ളുഹർ അതിന്റെ സമയത്ത്, അസർ അതിന്റെ സമയത്ത്, മഗ്‌രിബ് അതിന്റെ സമയത്ത്. യാത്രക്കാരാണോ രോഗികളാണോ അവർക്ക് അവർക്കായി അനുവദിച്ചിട്ടുള്ള ഇളവുകൾ സ്വീകരിക്കാം എന്നതിനപ്പുറം നമസ്കാരം ഖളാ വീട്ടുക എന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ്. കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതേപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾ ഇത് പ്രകാരം ചിട്ടയോടെ നമ്മൾ നിർവഹിക്കുന്നതിന്റെ കൂടെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ 10 കടന്നു പോകുമ്പോൾ ഈ ദിനങ്ങളിൽ നന്മകൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ഉണ്ടാകുമല്ലോ എന്ന തിരിച്ചറിവോടെ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാതെ ഇത് ദുൽഹിജ്ജ ആദ്യത്തെ 10 മാത്രം ചെയ്യേണ്ട പ്രവർത്തനങ്ങളല്ല. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പ്രവർത്തനങ്ങളെ ഈ ദിനങ്ങളിൽ ഒന്നുകൂടെ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പ്രതിഫലം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഫർദ് നമസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. സുന്നത്തുകൾ തന്നെ പലതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് റവാത്തിബ് സുന്നത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് എന്താ? ഒരാൾ ഒരു ദിവസത്തിൽ 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുടെ, സഹോദരിമാരുടെ കൂട്ടത്തിൽ സ്വന്തമായി വീടില്ലാത്തവരുണ്ടാവാം, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സുരക്ഷിതമായ താമസ സൗകര്യം
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും ശരി, എത്ര വാടക കൊടുത്തിട്ട് ജീവിക്കേണ്ടി വന്നാലും ശരി, ഹറാമിന്റെ പണം കൊണ്ട് വീട് വെക്കുകയില്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഹലാലായ മാർഗത്തിൽ തന്നെ വീട് വെക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് തരും. ഇനി അഥവാ ഭൂമിയിൽ നമുക്കതിന് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, എങ്കിലും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാകാൻ വേണ്ടി നമുക്കിതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തരുന്നു. ഒരാൾ ഒരു ദിവസത്തിൽ 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ അയാൾക്ക് ഒരു വീട് നിർമ്മിക്കപ്പെടും. നോക്കൂ, ഏതൊക്കെയാണ് ആ 12 റക്അത്തുകൾ? ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുക, 2 നമസ്കരിക്കുക, സലാം വിട്ടുക, വീണ്ടും 2 നമസ്കരിക്കുക, സലാം വിട്ടുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 4ഉം ഒന്നിച്ചു വേണമെങ്കിൽ നമസ്കരിക്കാം. 4ഉം ഒന്നിച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ 2 കഴിഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മൾ ളുഹർ നമസ്കരിക്കുമ്പോൾ 2 കഴിഞ്ഞിട്ട് ഒരു തശഹുദിൽ ഇരുന്നിട്ട് പിന്നെയാണ് 2 നമസ്കരിക്കുന്നത്. അതുപോലെ ആകാൻ പാടില്ല. സുന്നത്ത് നമസ്കാരം 4ഉം ഒന്നിച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതിന്റെ 2 കഴിഞ്ഞിട്ട് ഇരിക്കാതെ 4 റക്അത്തും കഴിഞ്ഞതിന്റെ ശേഷം അവസാനം ഒറ്റ തശഹുദേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ഉത്തമം 2 കഴിഞ്ഞ് സലാം വിട്ട് വീണ്ടും 2 നമസ്കരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക, ളുഹറിന്റെ ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക, പിന്നെ മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇപ്രകാരം 12 റക്അത്തുകൾ ഒരാൾ റവാത്തിബ് നമസ്കരിക്കുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, എത്ര സിമ്പിളായി എന്ന് വെച്ചാൽ, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു വീട് വെക്കാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ നമുക്ക് മുമ്പിൽ വലിയ അവസരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഫർദ് നമസ്കാരത്തിന്റെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സ്വർഗത്തിലേക്കുള്ള വീടിനും ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന വീടും തമ്മിൽ വ്യത്യാസമുണ്ട്. ദുനിയാവിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരു വീടുണ്ടാക്കിയാൽ നമുക്കും അതിൽ താമസിക്കാൻ പറ്റും. ഇനി ഭർത്താവിന് ജോലിയൊന്നുമില്ല, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭാര്യ വീട് വെച്ചാൽ ഭർത്താവിനും അതിൽ താമസിക്കാൻ പറ്റും. പക്ഷേ സ്വർഗീയ വീടിന്റെ പ്രത്യേകത, ഭർത്താവിന്റെ വീടാണെങ്കിൽ അതിൽ ഭാര്യയ്ക്ക് പോയി താമസിക്കാൻ പറ്റൂല. ഭാര്യന്റെ വീടാണ്, ഭാര്യ നമസ്കരിച്ചതിന്റെ പേരിൽ ഭാര്യയ്ക്ക് കിട്ടിയതാണെങ്കിലോ അതെന്റെ ഭാര്യന്റെ വീടാന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റൂല. അപ്പോ പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഭർത്താവ് ചെയ്തെങ്കിൽ മാത്രമേ ഭർത്താവിന് കിട്ടുള്ളൂ, ഭാര്യ ചെയ്തെങ്കിൽ അത് ഭാര്യക്ക് കിട്ടും, മക്കൾ ചെയ്താൽ മക്കൾക്ക് കിട്ടും. ആ രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നോമ്പ്, നേരത്തെ പറഞ്ഞല്ലോ. ഒരിക്കൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദൽ, പ്രവാചകരെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ് ഉത്തമമായ കർമ്മം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക ബിസ്സൗം, താങ്കൾ നോമ്പെടുത്തു കൊള്ളുക. ഫഇന്നഹു ലാ അദ്ല ലഹു, ഫഇന്നഹു ലാ അദ്ല ലഹു, നിങ്ങൾ നോമ്പെടുത്തു കൊള്ളുക, നോമ്പിന് തുല്യമായ മറ്റൊരു കർമ്മം ഇല്ല. അപ്പൊ സുന്നത്ത് നോമ്പുകൾക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ നോമ്പും നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല സന്ദർഭമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ ആ 9 ദിവസങ്ങൾ എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ തന്നെ തക്ബീർ വർദ്ധിപ്പിക്കുക എന്നതും നമുക്കിതിൽ പുണ്യമുള്ള കാര്യമാണ്. തക്ബീർ എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നതും അല്ലാഹു അക്ബർ എന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ദിക്റുകളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. എന്നാൽ തക്ബീർ നമുക്ക് ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചൊല്ലിത്തുടങ്ങാവുന്നതാണ്. അത് പിന്നീട് അറഫ ദിനത്തിന്റെ സുബഹി മുതൽക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലമുണ്ട്. ഏതാണെങ്കിലും ശരി, ദുൽഹിജ്ജ 1ലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാം എന്നതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നന്മകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഖിയാമുൽ ലൈലാണെങ്കിലും ദിക്റുകൾ, പ്രഭാത പ്രാർത്ഥനകളുണ്ട്, അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ടുന്ന ദിക്റുകളുണ്ട്, 5 നേരത്തെ നമസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ഒരു പേജെങ്കിലും നമ്മൾ ഓതിയിരിക്കും എന്നൊരു വാശി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാം, അവിടുന്ന്
സൂറത്തുൽ മുൽക്ക്, അതേപോലെ തന്നെ സൂറത്തു സജദ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്താണല്ലോ. അതുപോലെ തന്നെ സൂറത്തു സജദ വിശുദ്ധ ഖുർആനില് 32-ാമത്തെ അധ്യായമായ സൂറത്തു സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ ഓതാറുണ്ടായിരുന്ന അധ്യായമാണ്. ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നന്മയാണ്. നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി ഈ നന്മകളൊക്കെ ചോർന്നു പോകാതെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കുടുംബപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമൂഹിക തലത്തിൽ നമുക്കറിയാം ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ അവസ്ഥ. അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ആളുകളുടെ പേരിൽ നമ്മുടെ നാടിന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഭൗതികമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് പറയാനുണ്ട്, സങ്കടങ്ങൾ പറയാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സങ്കടങ്ങൾ, ഒരു ഭാര്യയുടെ സങ്കടം ഒരു പരിധി വരെയൊക്കെ ഭർത്താവിനോട് പറയാൻ പറ്റും. ഭർത്താവിന്റെ വിഷമങ്ങൾ ഒരു പരിധി വരെ ഭാര്യയോട് പറയാൻ പറ്റും. ഭാര്യയോട് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ ഭർത്താവിനുണ്ടാകും. ഭർത്താവിനോട് പറയാൻ പറ്റാത്ത, മക്കളോട് പറയാൻ പറ്റാത്ത, സുഹൃത്തുക്കളോട് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ പലതും നമുക്കുണ്ടാവും. ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റും. റബ്ബിനോട് പറയാൻ പറ്റാത്തതൊന്നുമില്ല. എന്ത് വിഷമുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് പറയാം. റബ്ബിനോട് പറയാനുള്ള നമുക്കുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുമ്പിലെത്തി നിൽക്കുന്ന ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ഭൗതികമായ കാര്യത്തെക്കാൾ കൂടുതൽ ഒരു വിശ്വാസി പ്രാർത്ഥനയിൽ പ്രാമുഖ്യം നൽകേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. പരലോകത്തിൽ രക്ഷപ്പെടാൻ, സ്വർഗം കിട്ടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ, പരലോക വിചാരണ എളുപ്പമാകാൻ, ഖബർ ജീവിതം പ്രയാസരഹിതമായി തീരുന്നതിന്, മലക്കുകളുടെ ചോദ്യത്തിന്റെ സമയത്ത് വ്യക്തമായ മറുപടി പറയാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട്, നാളെയിൽ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട രേഖ വലതു കൈയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, സിറാത്ത് പാലത്തിലൂടെ അതിവേഗതയിൽ കടന്നു പോകാനുള്ള തൗഫീഖിന് വേണ്ടി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പരലോകത്തിന്റെ വിഷയത്തെ മുന്നിൽ വെച്ചിട്ടും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയും ഈ സമയത്ത് ഒന്നുകൂടെ ശക്തമാക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ കഴിയുന്ന രൂപത്തിലൊക്കെ സ്വതക്കകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും നമ്മൾ സ്വതക്ക ചെയ്യുകയാണെങ്കിലും ശരി, അതിന് 1-700 അതിനപ്പുറവും പ്രതിഫലം നൽകാമെന്നത് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഓഫറാണ്. അതുകൊണ്ട് ആ നന്മയെ ഈ 10 ദിവസങ്ങളിൽ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യം എപ്പോഴും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങോട്ട് നന്മ ചെയ്യുന്ന, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് മാത്രമല്ല നമ്മൾ ബന്ധം ചേർക്കേണ്ടത്, മറിച്ച് ഇങ്ങോട്ട് തെറ്റിക്കഴിയുന്നവരോടും ഇങ്ങോട്ട് ബന്ധം ചേർക്കാത്തവരോടും നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഈ തലത്തിലൊക്കെ ഈ പരിശുദ്ധമായ മാസത്തിലെ പവിത്രമായ 10 ദിനങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കുവാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, അടുത്ത ഒരു ദുൽഹിജ്ജ 10 നമുക്ക് ലഭിക്കുമോ എന്ന് പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് അടുത്ത ഒരു ദുൽഹിജ്ജയിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിന്റെ ഭാഗമാണ്, അതിന്റെ നന്മയുടെ ഭാഗമാണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും വീട്ടിലൊക്കെ ഭർത്താക്കന്മാർ ഉദ്ഹിയ്യത്ത് അറുക്കുന്നുണ്ടാവും. ഭാര്യമാർ ചിന്തിക്കണം, ഭാര്യമാർക്ക് അതിന് ശേഷിയുണ്ടെങ്കിൽ അവർക്കും ഉദ്ഹിയ്യത്ത് അറുക്കാം. ഭാര്യക്ക് ജോലിയുണ്ടോ, ഭാര്യക്ക് സാമ്പത്തിക ശേഷിയുണ്ടോ, അവർക്കും ഉദ്ഹിയ്യത്ത് അറുക്കാം. ഭർത്താവ് ചെയ്യുമ്പോൾ അവർക്കതിന്റെ പുണ്യം ലഭിക്കുന്നു. ഭാര്യക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഭാര്യക്ക് തന്നെയും ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റും. ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവര് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ഹിയ്യത്ത് മൃഗത്തെ അറുക്കുന്നത് വരെ
നഖമോ മുടിയോ എടുക്കാൻ പാടില്ല എന്ന വിഷയമൊക്കെ അതിൽ നമുക്ക് പുണ്യകർമ്മമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതാണെങ്കിലും പറഞ്ഞതിന്റെ ആകത്തുക വളരെ പ്രാധാന്യമുള്ള പവിത്രമായ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ദുൽഹിജ്ജയിലെ ഈ പവിത്രമായ ദിനങ്ങളിൽ ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കുക. അതോടൊപ്പം ആ പവിത്രമായ ദിനങ്ങളിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചല്ലോ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ. റബ്ബേ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ, ഇതുപോലെ പവിത്രമായ 10 ദിവസങ്ങൾ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സമയത്തും ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വ്യക്തിപരമായി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സംസാരിച്ച എനിക്കും കേട്ട നിങ്ങൾക്കും ഈ കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ദിനങ്ങളെ സ്വീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വീട്ടിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ വൈഫൈ ഉണ്ട്, എന്നാൽ കറണ്ട് പോവുകയാണെങ്കിൽ ക്ലാസ് കട്ടായി പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് പുറത്ത് പള്ളിയിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കറണ്ട് പോവാതെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നേരറിവിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.